നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 നമ്മൾ കുട്ടിക്കാലം മുതൽക്കേ കേൾക്കുന്നതാണ് മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥ. ഉണ്ണിക്കഥയാണെങ്കിലും ഇതിൽ വലിയൊരു ജീവിത സത്യമുണ്ട്. മണ്ണാങ്കട്ടയും കരിയിലയും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വലിയ കാറ്റ് വന്നു. കരിയില പറന്നു പോകുമല്ലോ എന്നോർത്ത് വിഷമിച്ച മണ്ണാങ്കട്ട കരിയിലയുടെ പുറത്തു കയറിയിരുന്നു. അങ്ങനെ കരിയിലയെ രക്ഷിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ വന്നു. കരിയില മണ്ണാങ്കട്ടയുടെ പുറത്തിരുന്നു. മഴയിൽ നിന്നും മണ്ണാങ്കട്ടയെ കരിയില രക്ഷിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ കാറ്റും മഴയും ഒരുമിച്ച് വന്നു. കരിയില പറന്നുപോയി, മണ്ണാങ്കട്ട അലിഞ്ഞും പോയി. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ ചെറിയ ചെറിയ നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ നേടാൻ സാധിച്ചുവെന്ന് വരാം. എന്നാൽ വലിയ ആപത്ത് വരുമ്പോൾ രക്ഷിക്കാൻ ആരുമുണ്ടാവില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഈശ്വരനോടുള്ള സമർപ്പണം ഒന്നു മാത്രമേ നമുക്ക് ആശ്രയമായി ഉള്ളൂ. ജീവിതത്തിൽ ശാന്തിയും സംതൃപ്തിയും നിലനിർത്താനുള്ള ഒരു വഴിയാണ് ഈശ്വരനോടുള്ള ശരണാഗതി. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ മനീഷ പഞ്ചകം ആലപിക്കുന്നത് കേൾക്കാം. യാതിർയং നരദേവതാഭിരഹമിത്യന്ത സ്ഫുടാഗൃഹ്യത്തെ യദ്ഭാസ ഹൃദയാക്ഷദേഹവിഷയ ഭാന്തി സ്വതോ ചേതനാഃ താം ഭാസ്യൈഃ പിഹിതാർക്കമണ്ഡലനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ യോഗി നിർവൃതമാനസോ ഹി ഗുരുരിത്യേഷ മനീഷാ മമ യാതിർയং നരദേവതാഭിരഹമിത്യന്ത സ്ഫുടാഗൃഹ്യത്തെ യദ്ഭാസ ഹൃദയാക്ഷദേഹവിഷയ ഭാന്തി സ്വതോ ചേതനാഃ താം ഭാസ്യൈഃ പിഹിതാർക്കമണ്ഡലനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ യോഗി നിർവൃതമാനസോ ഹി ഗുരുരിത്യേഷ മനീഷാ മമ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ഏതൊന്നിൻ്റെ പ്രകാശത്തിലാണോ അന്ധകരണം, ഇന്ദ്രിയങ്ങൾ, ദേഹം, വിഷയങ്ങൾ എന്നിവ പ്രകാശിപ്പിക്കപ്പെടുന്നത് അത് സ്വസ്വരൂപം തന്നെയാണ്. വിഷയങ്ങൾ, ദേഹം, ഇന്ദ്രിയങ്ങൾ, അന്ധകരണം എന്നിവയെല്ലാം സ്വതേ ചേതനായുക്തങ്ങളല്ല. എന്നാൽ ആത്മചൈതന്യ ജ്യോതിസിനാൽ ഇവയെല്ലാം പ്രവർത്തിപ്പിക്കപ്പെടുന്നു. ശ്രീ ശങ്കരാചാര്യ രചിച്ച മനീഷാ പഞ്ചകത്തിലെ 4-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശങ്കരകൃതികളിൽ മനീഷാ പഞ്ചകത്തിൽ 4-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്.
തിര്യക്കുകളാലും നരന്മാരാലും ദേവതകളാലുമൊക്കെ ഞാൻ എന്ന് ഉള്ളിൽ യാതൊന്ന് മനസ്സിലാക്കപ്പെടുന്നുവോ ഗ്രഹിക്കപ്പെടുന്നുവോ എന്നാണ് ആദ്യത്തെ പ്രയോഗം. നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. നമ്മളിൽ ആർക്കും തന്നെ ഞാനുണ്ടോ എന്ന സംശയമോ ഞാൻ ഇല്ല എന്ന അറിവോ ഇല്ല. പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ, ധനികനാകട്ടെ ദരിദ്രനാകട്ടെ, എന്തെന്ത് വ്യത്യാസങ്ങൾ നമ്മളിൽ കൽപ്പിക്കട്ടെ, ഒരു വിഷയത്തിൽ ഒരു ഭേദവും ഇല്ല. ഞാനുണ്ട് എന്നെല്ലാവർക്കും അറിയാം. ആർക്കും തന്നെ ഞാനുണ്ടോ എന്ന സംശയമോ ഞാനില്ല എന്ന അറിവോ ഇല്ല. എന്നാൽ ഞാനുണ്ട് എന്ന അറിവ് എല്ലാവർക്കും ഉണ്ട്. ഈ ഞാനുണ്ട് എന്ന ബോധം കേവലം മനുഷ്യന്മാർക്കല്ല, തിര്യക്കുകൾക്കുണ്ട്. തിര്യക്കുകളെന്ന് പറയുമ്പോൾ തിരശ്ചീനമായി സഞ്ചരിക്കുന്നവയാണ്. തിരശ്ചീനമായി സഞ്ചരിക്കുന്നവ, ഭൂമിക്ക് തിരശ്ചീനമായി സഞ്ചരിക്കുന്നവയാണ് തിര്യക്കുകൾ. മനുഷ്യനൊഴിച്ച് മറ്റെല്ലാ ജന്തുക്കളും തിര്യക്കുകളാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം ആൾക്കുരങ്ങ്, മനുഷ്യക്കുരങ്ങ് മനുഷ്യനെ പോലെ നടക്കുന്നു എന്ന് പറയാം. പക്ഷേ അവർക്കും തിര്യക്ക് സഞ്ചരിക്കാൻ പറ്റും. മനുഷ്യനാണ് തിര്യക്കല്ലാതെയുള്ളത്. അപ്പോൾ കൃമികളാകട്ടെ, കീടങ്ങളാകട്ടെ, മറ്റ് മൃഗങ്ങളാകട്ടെ, പക്ഷികളാവട്ടെ, ഏതോ ജന്തുക്കളാവട്ടെ, എല്ലാം തിര്യക്ക് എന്നുള്ള വകുപ്പിൽപ്പെടും. അപ്പോൾ തിര്യക്കുകളാലും മനുഷ്യരാലും, ഇനി ഉയർന്ന യോനിയിൽ നമ്മൾ ദേവന്മാരെ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ സകല ജീവയോനികളിലുള്ളവരും ജീവിക്കുന്ന സകലരും ഞാൻ ഉണ്ട് എന്ന അറിവോടൊത്തവരാണ്. ഈ ഞാൻ ഉണ്ട് എന്നുള്ളിടത്തെ ഞാൻ എന്നുള്ള ആ സ്ഫുരണമുണ്ടല്ലോ, ഇതെല്ലാവരാലും ഉള്ളിലാണ് ഗ്രഹിക്കപ്പെടുന്നത്. എൻ്റെ ഉള്ളിൽ എന്നാണ്. അവിടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ശരീര ഇന്ദ്രിയ പ്രാണ മനോബുദ്ധികൾക്കും ഉള്ളിലായിട്ട്. ഇതെല്ലാം ഉപാധികളാണ്. ഈ ഉപാധികൾക്കെല്ലാം ഉള്ളിലായിട്ട് ഞാൻ എന്നുള്ളൊരു അവബോധം, ഞാൻ എന്നുള്ളൊരു പ്രകാശം അത് സ്ഫുരിക്കുകയാണ്. അതിനെ ലക്ഷ്യമാക്കിയിട്ടാണ് പറയുന്നത് തിര്യന്നര ദേവതകളാലെല്ലാം അന്തഃ ഉള്ളിൽ അഹം ഇതി ഞാൻ എന്ന് സ്ഫുടാ യാ ഗൃഹ്യതേ, സ്ഫുടമായി സ്പഷ്ടതരമായി യാതൊന്ന് ഗ്രഹിക്കപ്പെടുന്നുവോ, ഗ്രഹിക്കപ്പെടുന്നു. അതെന്താണ്? അതെന്താണെന്ന് പറയല്ല, അതെന്താണെന്ന് നമുക്ക് ചിന്തിപ്പിക്കുകയാണ്, നമ്മളെ കൊണ്ട് വിചാരം ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ സൂക്ഷ്മ വിചാരം ചെയ്യാൻ ഒന്നും കൂടി സാധ്യതയെ നൽകുന്നു അടുത്ത വരി. യദ്ഭാസ, യാതൊന്നിൻ്റെ പ്രകാശം കൊണ്ട് ഹൃദയാക്ഷദേഹ വിഷയാഹ, ഹൃദയം, അക്ഷം, ദേഹം തുടങ്ങി വിഷയങ്ങൾ എല്ലാം. ഹൃദയം എന്നുള്ളത് കൊണ്ട് ഒന്നുകിൽ ഹൃദയം തന്നെ അർത്ഥമാക്കാം, ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമായ ഹൃദയം അർത്ഥമാക്കാം. ശരീരമാസകലം വ്യാപിച്ചു നിൽക്കുന്ന രക്തത്തെ ഒരു സ്ഥലത്തേക്ക് ഹരിക്കുന്ന ഹൃ, ശരീരം മുഴുവൻ വ്യാപിപ്പിക്കുന്ന ദാ, അതിലൂടെ ശക്തിയെ മുഴുവൻ പ്രസരിപ്പിക്കുന്ന യാ, ഹൃ അധികം ദാ അധികം യാ. ഇപ്പോൾ രക്തത്തെ ഒരു സ്ഥലത്തേക്ക് ഹരിച്ചു, ആഗിരണം ചെയ്തു, പമ്പ് ചെയ്ത് ദേഹം മുഴുവൻ വ്യാപിപ്പിച്ചു ദാ, അതിലൂടെ ശക്തിയെ, പ്രാണശക്തിയെ ശരീരം മുഴുവൻ പ്രസരിപ്പിച്ചു യാ. ഈ മൂന്ന് ധർമ്മങ്ങളെ കർമ്മങ്ങളെ ചെയ്യുന്ന ആൾക്ക് പറയുന്ന പേരാണ് ഹൃദയം. മഹിമയൊന്ന് ചിന്തിക്കൂ. സംസ്കൃതത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ അതിൻ്റെ ധർമ്മം മനസ്സിലാവുകയും, പേര് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ധർമ്മം വേറെ പഠിക്കേണ്ടതില്ല. അതാണ് സംസ്കൃതത്തിൻ്റെ മഹിമ. ഇനി ഇത് തന്നെയാണ് ഹൃത്തെന്ന് പറഞ്ഞാലും അവിടെ യാ പ്രാപണേ എന്നുള്ളത് ഒഴിവാക്കിയെന്ന് മാത്രം. ഇപ്പോൾ ശരീരമാസകലമുള്ള രക്തത്തെ ഹരിച്ചു ഒരു സ്ഥലത്തേക്ക് ഹൃ, ദാനം ചെയ്തു ദേഹമാസകലം, അതാണ് ഹൃത്ത്. ഒന്നുകിൽ ഹൃദയം എന്നുള്ളതിന് ഈ ഒരു സാമാന്യമായ ലൗകിക ഭാഷയിൽ ഹൃദയം എന്ന് തന്നെ അർത്ഥമെടുക്കാം. അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ പല സന്ദർഭങ്ങളിലും ഹൃദയം എന്ന പദം അന്തഃകരണം എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്, ബുദ്ധി എന്ന അർത്ഥത്തിൽ. അപ്പം നമ്മളിലൊക്കെ ഞാൻ എന്ന വൃത്തി
അന്തഃകരണത്തിൻ്റെ ഏത് സൂക്ഷ്മമായ നിഗൂഢമായ സ്ഥാനത്തിൽ നിന്നാണോ പ്രകാശിക്കുന്നത്, ആ നിഗൂഢ സ്ഥാനത്തിന് നമുക്ക് ഹൃദയമെന്ന് പറയാം. അപ്പം അതിസൂക്ഷ്മമായ അന്തഃകരണം എന്നർത്ഥമാവും. ഇപ്പോൾ ഹൃദയ അക്ഷശബ്ദത്തിന് ഇന്ദ്രിയം എന്നാണ് അർത്ഥം. ചിലപ്പോൾ അക്ഷശബ്ദം കൊണ്ട് കണ്ണിനെ അർത്ഥമാക്കും, ചിലപ്പോൾ ഇന്ദ്രിയങ്ങളെ അർത്ഥമാക്കും. അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളെ പറയാനും പ്രത്യേകിച്ച് ജ്ഞാനേന്ദ്രിയങ്ങളെ പറയാൻ അക്ഷശബ്ദം പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ അന്തഃകരണം, ഇന്ദ്രിയങ്ങൾ, ദേഹ ശരീരം, ഈ സ്ഥൂല ശരീരം, സകല അവയവങ്ങളോടും അംഗങ്ങളോടും കൂടിയ ഈ സ്ഥൂല ശരീരം, ഈ വിഷയങ്ങളൊക്കെ അഥവാ സ്ഥൂല ശരീരവും വിഷയങ്ങളും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ. അപ്പോൾ ഇവയൊക്കെയും യദ്ഭാസ, യാതൊരു പ്രകാശം കൊണ്ടാണോ ഭാന്തി പ്രകാശിക്കുന്നത്. എന്തുണ്ടെങ്കിൽ ശരീരം നിലനിൽക്കും, എന്തില്ലെങ്കിൽ ശരീരം ജഡമായി. എന്തുണ്ടെങ്കിൽ ഹൃദയം സ്പന്ദിക്കും, എന്തില്ലെങ്കിൽ പിന്നെ ഹൃദയം സ്പന്ദിക്കുന്നില്ല. അതുപോലെ എല്ലാ ഇന്ദ്രിയങ്ങളും എന്തുണ്ടെങ്കിലാണ് പ്രവർത്തിക്കുന്നത്, എന്തില്ലെങ്കിൽ ഒരു ഇന്ദ്രിയവും പ്രവർത്തിക്കില്ല. അതെന്നാണെന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. അപ്പോൾ യദ്ഭാസ, യാതൊന്നിൻ്റെ പ്രകാശം കൊണ്ട് ഹൃദയാക്ഷദേഹ വിഷയാ ഭാന്തി, യാതൊന്ന് തിര്യക് നരദേവതകളാലെല്ലാം ഉള്ളിൽ ഞാൻ എന്ന് ഗ്രഹിക്കപ്പെടുന്നുവോ അതിനെ എന്ന് പറയുകയാണ്. ഇത് ഘടിപ്പിക്കേണ്ടത് എങ്ങനെ, നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ദശമസ്കന്ധത്തിലെ പൂർവാർദ്ധമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ അവതാരമിങ്ങ് അടുത്തെത്താറായിരിക്കുകയാണ്. ദേവന്മാരുടെ സ്തുതിയാണ്, വൈകുണ്ഠത്തിലെത്തി ബ്രഹ്മാദി ദേവന്മാർ ചെയ്യുന്ന സ്തുതിയാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്തുതി വളരെ അർത്ഥവത്താണ്, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ്. ശ്രദ്ധയാണ് ഇതിൽ ഏറ്റവും പ്രധാനം എന്നുള്ള കാര്യം ആരും വിസ്മരിക്കരുത്. ഭാഗവത ഗ്രന്ഥങ്ങളുടെ ശ്രവണം എത്രയധികം ഫലമാണ് നമുക്ക് തരുന്നതെന്നുള്ള കാര്യം നമുക്കാർക്കും നിശ്ചയിക്കാൻ കഴിയുകയില്ല. മനസ്സിലുള്ള രാഗാദി ദ്വേഷങ്ങളെല്ലാം അകന്ന് മനസ്സ് നിർമ്മലമാക്കാൻ ഇതിൽ പരം വേറൊരു പ്രക്രിയ ഇല്ലതാനും. ഇത് അനുഷ്ഠിക്കുന്നവർക്ക്, ശ്രദ്ധ വളരെയധികം ഇതിന് കൊടുക്കുന്നവർക്ക് മനസ്സിൽ നിന്ന് മാലിന്യങ്ങളെല്ലാം പോയി കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത്യാനന്ദം അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, ഇതിൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ദേവന്മാരുടെ സ്തുതിയിൽ അടുത്ത 32ാമത്തെ ശ്ലോകമാണ് ദശമസ്കന്ധത്തിൻ്റെ പൂർവാർദ്ധത്തിലെ. യേന്യേ അരവിന്ദാക്ഷ വിമുക്തമാനിന ത്വയ്യസ്തഭാവാദ്വിശുദ്ധബുദ്ധയ ആരുഹ്യഗൃഷ്ട്രേണ പരം പദം തഥാ പദന്ത്യധോ അനാദൃത ഉഷ്മദംഗ്രയ. യേന്യേ അരവിന്ദാക്ഷ വിമുക്തമാനിന ത്വയി അസ്തഭാവാത് അവിശുദ്ധബുദ്ധയ ആരുഹ്യഗൃഷ്ട്രേണ പരം പദം തതഃ പദന്ത്യധോ അനാദൃത ഉഷ്മദംഗ്രയ എന്നുള്ള ശ്ലോകം ദേവന്മാരുടെ സ്തുതിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ശ്ലോകമാണ്. അരവിന്ദാക്ഷ, ഈ ജ്ഞാനികൾക്ക് ഭഗവാനെ ഭജനം ചെയ്തതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ്. കാര്യം, ഭഗവാനായിട്ട് വിഷ്ണു ഭഗവാൻ കൃഷ്ണ ഭഗവാനായിട്ട് അവതരിച്ചു, രാമനായിട്ട് അവതരിച്ചു, മറ്റവതാരങ്ങളെല്ലാം എടുത്തു വെച്ച് നോക്കിയാൽ എല്ലാ അവതാരങ്ങളും വളരെ ദുഃഖമുള്ളതാണ്. വളരെയധികം ക്ലേശം സഹിക്കുന്നുണ്ട് അവതാരങ്ങളെല്ലാം. അപ്പം പിന്നെ ഇവരെ ഭജിച്ചിട്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ജ്ഞാനികളുണ്ട്. അതിൽ പരം തത്വചിന്തയാണ് പ്രധാനമെന്ന് പറയുന്നതിനുള്ള ഉത്തരമാണ് ഈ ശ്ലോകം. തത്വചിന്തകന്മാർക്ക് കേവലമായ അന്ധഃകരണശുദ്ധി ഇല്ലാതെ വരുന്ന അവസരത്തിൽ കേവലജ്ഞാനം കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നും അന്ധഃകരണത്തെ ശുദ്ധീകരിക്കുന്നതിന് ഇതുപോലുള്ള
ഈശ്വര കഥകളുടെ ശ്രവണത്തിനും ഈശ്വര കഥകളുടെ പഠനത്തിനുമൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ, സമയം ഉപയോഗപ്പെടുത്തുമ്പോൾ സ്വയം അന്ധഃകരണം ശുദ്ധമായി തീരും എന്നുള്ളതാണ്. അപ്പോൾ ഈശ്വര ഉപാസന ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഈ ഭാഗവതാദി കഥകൾ എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇവിടെ പറയാണ്, അരവിന്ദാക്ഷ താമരക്കണ്ണ, എന്നെ മറ്റ് ചിലർ, അന്യരായിരിക്കുന്ന ചിലർ, വിമുക്തമാനിന, വിമുക്തന്മാരായി, മുക്തന്മാരായി ഇനി ഒന്നുമില്ല ഭാവിക്കുന്നതായി ഭവിക്കുന്നു. ചില ആളുകൾ എല്ലാത്തിൽ നിന്നും മുക്തി നേടി അഹം ബ്രഹ്മാസ്മി, തത്വമസി തുടങ്ങിയിരിക്കുന്ന വേദവാക്യങ്ങളുടെ ശ്രവണാദികൾ കൊണ്ട് മുക്തി ലഭിച്ചു എന്ന് വിചാരം ചെയ്യുന്ന ചിലരുണ്ട്. അങ്ങനെ വിചാരം ചെയ്യുന്ന ചിലർക്ക് അങ്ങനെ മുക്തി ലഭിച്ചു എന്നുള്ള വിചാരമാർഗത്തിൽ മാത്രം ഇരിക്കുന്ന ചില ആളുകളുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, അവർ വിമുക്തന്മാരായി, ഇത് കേട്ട ഉടനെ തന്നെ മുക്തന്മാരായി ഭവിക്കുന്നു. ത്വയി നിന്തിരുവടിയിൽ അസ്തഭാവാത്, ഭഗവാനിൽ ഭക്തിയില്ലാത്തതിൻ്റെ കാരണത്താൽ, ഭഗവാനിലുള്ള ഭക്തിയില്ല, തത്വവിചാരത്തിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ട് അതിൽ മാത്രം മനസ്സിരുത്തി മനസ്സിലെ മാലിന്യങ്ങളൊന്നും കഴുകിക്കളയാതെ അതിൽ മാത്രം അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലാണ്ട് ഭഗവാനിൽ ഭക്തിയില്ലാത്ത കാരണത്താൽ അവിശുദ്ധ ബുദ്ധിയ, അവരെല്ലാം അശുദ്ധമതികളായി ഭവിക്കുന്നു. അവരിലെല്ലാം അശുദ്ധമതിത്വം ഉണ്ടെന്നർത്ഥം. എന്താ? അഹങ്കാരാദികളൊന്നും പരിപൂർണമായിട്ടും നശിച്ചില്ല, ബ്രഹ്മാകാര വൃത്തിത്വം എത്തിയിരുന്നില്ല. പക്ഷേ ശ്രവണം, വേദത്തിൻ്റെ ശ്രവണം നടത്തിയിട്ടുണ്ട്, ആവശ്യത്തിനധികം അതിനെ ഉരുവിട്ട് പഠിച്ചിട്ടുണ്ട്, മനനം ചെയ്തിട്ടുണ്ട്. വിചാരത്തിൻ്റെ ലക്ഷ്യമായ മോക്ഷപദം മാത്രമില്ല. എന്തുകൊണ്ട്? ഇവിടെ വിശുദ്ധിയില്ലാത്തത് കൊണ്ട് അശുദ്ധമതികളായി അവർ ഭവിച്ചിരിക്കുന്നു. അവരുടെ മനസ്സ് അശുദ്ധമതികളാണ്. അനാദൃത ഉഷ്മദംഗ്രഹ, നിന്തിരുവടിയുടെ പാദത്തെ ആദരിക്കാത്തവരായിട്ട്, ഭഗവാന്റെ പാദത്തെ അവർക്ക് ഒരു ആദരവുമില്ല. എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഭഗവാൻ ജനിച്ചപ്പോഴും ദുഃഖമുണ്ട്, സുഖമുണ്ട്, എല്ലാം ഉണ്ടെന്നൊക്കെ വിചാരം ചെയ്ത്, എന്നൊക്കെ ഉത്തരം ഇപ്പോൾ പറയും. അങ്ങനെ വിചാരം ചെയ്ത് അനാദൃതരായിട്ട്, ആദരിക്കാത്തവരായിട്ട് ഭരം, ശ്രേഷ്ഠമായ പദം, സ്ഥാനത്തെ കൃച്ഛ്രേണ പ്രയാസപ്പെട്ട് ആരൂഹ്യ കയറിയിട്ട് തതഹ പിന്നെ അധഹ താഴത്തേക്ക് പതന്തി വീഴുന്നു. വളരെയധികം വിചാരമാർഗത്തിലൂടെയൊക്കെ സഞ്ചരിച്ചെങ്കിലും ലക്ഷ്യമില്ലാതെ അലക്ഷ്യസ്ഥാനത്തിലേക്ക് മാത്രം പോകാൻ ഇടവന്നത് എന്തുകൊണ്ടാണ്? അവർ ഭഗവാന്റെ പാദത്തെ ഭജിച്ച് നിർമ്മല ബുദ്ധികളായില്ല, അശുദ്ധ ബുദ്ധികളായി എന്നിവിടെ നേരത്തെ പറഞ്ഞു, അവിശുദ്ധ ബുദ്ധിയ എന്നുള്ള പദം കൊണ്ട്. അങ്ങനെ അശുദ്ധ ബുദ്ധികളായതുകൊണ്ട് അവർക്ക് ഭഗവത് അനുഗ്രഹം ലഭിക്കാതെ വന്നതുകൊണ്ട് അവർക്ക് എന്ത് പറ്റി? വീണ്ടും ആ പ്രയാസപ്പെട്ട് മോക്ഷപദത്തിലേക്ക് എത്തിച്ചേർന്നെങ്കിലും അവിടെ എത്താതെ പിന്നെയും എന്തു വന്നു? താഴത്തേക്ക് പതിച്ചു പോയി. അവരങ്ങനെ താഴത്തേക്ക് വന്നു ചേർന്നു എന്നാണ് പറയുന്നത്. ശരീരാഭിമാനം വിട്ട് ശരീരമല്ല ആത്മാവാണ് നിത്യമെന്ന് വിചാരം ചെയ്യുന്നെങ്കിലും ആ ശരീരാഭിമാനത്തെ പരിപൂർണമായിട്ടും ത്യജിക്കാതെ അതിനെ ഇഹലോകത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയും ഒപ്പം മറ്റുള്ള വേദാന്ത വിചാരമാർഗങ്ങളിൽ ചരിക്കുന്നതായിട്ട് സ്വയം ചരിക്കുകയും ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. അവർക്ക് ഈ അവസ്ഥ എന്താ? കുറേ കാലം ഇങ്ങനെ വേദാന്ത വിചാരം ചെയ്ത് മനസ്സ് ശുദ്ധിയാകില്ല. മനസ്സ് ശുദ്ധിയാകാൻ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്തിരുവടിയുടെ പാദത്തെ ആശ്രയിക്കുക എന്നുള്ളതാണ്. ആദരിക്കുകയല്ല, ആശ്രയിക്കുക. അപ്പോൾ എല്ലാവരോടും പറയാനുള്ള ഒരേ ഒരു കാര്യം, ആശ്രയിക്കുക ഭഗവാന്റെ പാദത്തെ. എത്രയധികം പുസ്തകം പഠിച്ചാലും എത്രയധികം ഗ്രന്ഥങ്ങൾ നമ്മൾ ഉരുവിട്ടാലും ശരി, ഭഗവത് അനുഗ്രഹമില്ലാതെ മുക്തി ലഭിക്കുകയില്ല എന്നുള്ള കാര്യം ഇവിടെ നിരൂപണം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും ആവശ്യാനുസരണം ജപവും ധ്യാനവും ഒക്കെ ചെയ്തു കൊള്ളുക. മുക്തിക്ക് അത് തന്നെ കാരണം. ഓം നമോ നാരായണായ.
അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുതി ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരത്തിൻ്റെ നെറ്റിയിൽ തിലകമായി പൗർണമി കാവ്, പൗർണമിക്കാവ്, 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 പൗർണമിക്കാവ്. പ്രപഞ്ചമുറങ്ങുമ്പോൾ അമ്മക്കാവൽ നിന്നിടും. എന്നിലാണ്ടൊരു ദുഃഖമൊക്കെ വിശ്വവിളക്കവൾ നീക്കിടും. ഈ പ്രപഞ്ചമുറങ്ങുമ്പോൾ അമ്മക്കാവൽ നിന്നിടും. എന്നിലാണ്ടൊരു ദുഃഖമൊക്കെ വിശ്വവിളക്കവൾ നീക്കിടും. കരളിലതല്ലുന്ന സ്നേഹ കടലു താനെന്നംബിക. ദുരിത ജീവിത വീതിയിൽ മണ്ണൊഴി തെളിക്കുന്നോ എന്നിൽ സ്വരമുണർത്തുന്നു. തിരുവനന്തപുരത്തിൻ്റെ നെറ്റിയിൽ തിലകമായി പൗർണമിക്കാവ്, ഉലകിലാകയും ഒളി പരത്തും നിലവിളക്കെന്നും ഈ കാവ്, പൗർണമിക്കാവ്. തിരുവനന്തപുരത്തിൻ്റെ നെറ്റിയിൽ തിലകമായി പൗർണമിക്കാവ്, 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 പൗർണമിക്കാവ്.